രാവിലെ അങ്ങനെ കാത്തിരുന്ന ബി ജെ പിക്ക് കിട്ടിയ തിരുവനന്തപുരം കൗൺസിൽ ആ ഒരു കോർപ്പറേഷൻ സുഗതൻ കാരണം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അവസാനം സുഗതന്റെ കാപ്പ കേസിൽ തീരുമാനമായിട്ടുണ്ട്. ഉപദേശക സമിതി കാപ്പ എന്ന ഒരു കേസ് അത് ശരിവെച്ചിരിക്കുകയാണ്. ഇനി 6 മാസം, അതെ 6 മാസം ഇനി അദ്ദേഹത്തിന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ അതിഥിയായി തുടരാം. അല്ല, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. സുഗതൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, സുഗതൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, സുഗതനെ പറ്റി നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, എന്തൊക്കെയായിരുന്നു. അതെ, നിങ്ങളൊന്നും അറിയാത്ത സുഗതനെ എനിക്കറിയാം. കാപ്പ കേസ് പ്രതിയാക്കാൻ സുഗതൻ ആരാ, തീവ്രവാദിയോ? അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു വലിയ ചർച്ചാ വിഷയങ്ങൾ. എന്നിട്ട് അവസാനം എന്തായി? കാപ്പ കേസ് പ്രതിയായ സുഗതൻ ജയിലിനുള്ളിൽ തന്നെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. ഒരു 5-6 മാസത്തേക്കിന് അവിടെ തന്നെ ആയിരിക്കും. എന്താണെങ്കിലും സുഗതനില്ലാത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ, അതാണ് അറിയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൊത്തത്തിൽ 101 സീറ്റുകളാണുള്ളത്. അതിലിപ്പോ നിലവില് BJPക്ക് 50 സീറ്റും ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടും കൂടിയാണ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരാൾ കുറയുമ്പോൾ, അതായത് സുഗതൻ ഇനി കുറയുമ്പോൾ 50ലേക്ക് ഒതുങ്ങും. അപ്പോൾ 50 എന്ന് പറയുമ്പോൾ ഇനി 51 ആളുകൾ പുറത്ത് വേറെയുണ്ട്. ഇതില് UDFും LDFും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് UDFിന് അനുകൂലമായിട്ട് ഒരു വിധി CPM പറയുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ അടി നടക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടി അറിയാലോ, വളരെ രസകരമായി പുതിയ താരോദയം ഉണ്ടായൊരു സാഹചര്യമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയുടെ തലേ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് CPM ചിലപ്പോൾ ഇന്ന് ചർച്ച നടത്തി CPM കോൺഗ്രസിന് പിന്തുണ കൊടുത്തേക്കും, കോൺഗ്രസ് അധികാരത്തിൽ വരും, അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി കോൺഗ്രസ് ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ CPMനെ സംബന്ധിച്ച് CPM വീണ്ടും ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഞങ്ങൾ ഇപ്പോഴേ അതിന് കൃത്യമായിട്ട് മറുപടി പറയില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. BJP ഭരിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് ആരിവിടെ ഭരിക്കേണ്ട എന്നുള്ള ചില രീതികളും CPMന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി വലിയ ചർച്ചകൾ നടത്തിയതിനു ശേഷം CPMും കോൺഗ്രസുമായിട്ട് ഒന്നാകുമോ? കാരണം ഇന്ത്യ മുന്നണിയെ നമുക്കറിയാലോ, കേരളത്തിന് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്നിച്ച് തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യ സഖ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപപ്പെടുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ BJPക്ക് വലിയ അട്ടിമറി ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അട്ടിമറി മാത്രമല്ല, BJPയെ സംബന്ധിച്ച് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ആദ്യമായിട്ട് കിട്ടിയിട്ട് അത് കൊണ്ടുപോകാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. എത്ര വർഷമായിട്ടുള്ള കഷ്ടപ്പാടിന് ശേഷമാണ് കിട്ടിയത് നമുക്കറിയാം. അത് മാത്രമല്ല 10 വർഷക്കാലമായിട്ട് CPMനുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യമുണ്ട്, ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഭരിക്കാനുള്ളത്, ഞങ്ങളല്ലാതെ മറ്റാര്. പിണറായി വിജയൻ്റെയൊക്കെ വലിയ പണം വെച്ചിട്ടാണ് എല്ലാം കേരളത്തിൽ മുഴുവൻ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഏത് തെരുവിൽ നോക്കിക്കഴിഞ്ഞാലും ഞങ്ങളല്ലാതെ മറ്റാര്, LDF അല്ലാതെ മറ്റാര് എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ വലിയ മുഖം വെച്ച് ചിരിച്ച മുഖം വെച്ച പടവുമായിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷേ അത് മൊത്തത്തിൽ എഴുതി തല്ലാൻ അധിക താമസമൊന്നും ഉണ്ടായില്ല. എല്ലാവരെയും ജനങ്ങളാണ് പുറത്താക്കിയത്. ഇനി എത്ര പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തുകൊണ്ട് BJP അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP 10 കൊല്ലമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. 10 കൊല്ലമല്ല, 10, 15, 20 കൊല്ലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് BJP അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്ത് വിഷയം ഉണ്ടെങ്കിലും BJPക്കാർ നേരെ അങ്ങ് വരിക, ചോദ്യം പറച്ചിലൊന്നുമില്ല, വരിക, ഇടപെടുക, പോവുക. അപ്പോൾ ജനങ്ങളുമായിട്ട് എപ്പോഴും ഒരു ബന്ധം പുലർത്താൻ തിരുവനന്തപുരത്ത് CPMനേക്കാൾ, കാരണം CPM ആണ് അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു മുഖമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സംഘടനാ സംവിധാനം കൊണ്ട് കൃത്യമായിട്ട് ചലിപ്പിക്കാൻ കഴിയുന്നൊരു ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെയാണ് BJP കളം പിടിച്ചത്. അപ്പോൾ അത് ചെറിയ തോൽവിയല്ല CPMനെ സംബന്ധിച്ച്. CPMന് തിരുവനന്തപുരം ഇപ്പോൾ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ തോൽവി ഉണ്ടായി, അതൊന്നും അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പോയത് അത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. കാരണം എല്ലാം ആര്യ രാജേന്ദ്രൻ മണ്ടയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഇതുമായിട്ടുണ്ടായിരുന്ന വിഷയം
അത് എങ്ങനെയെങ്കിലും ഒന്ന് ഡീൽ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ആ വിഷയങ്ങൾ അവിടെ കൊണ്ട് തീർന്നേനെ. പക്ഷെ അത് വലിയ വിവാദങ്ങളാക്കി മാറ്റി. അവിടെ പാർട്ടി വലിയ രീതിയിൽ ഇടപെട്ടില്ല. അത് മാത്രമല്ലോ, ഈ പൊങ്കാലയ്ക്ക് ഉണ്ടാകുന്ന ചുടുവല്ലിന്റെ പേരിലും ഉണ്ടായ ഒരു വിവാദം അറിയാലോ. അത് മാത്രമല്ല, പൊങ്കാല മാത്രമല്ല, കാടും ഇത് പുല്ലും എല്ലാം തിങ്ങി നിറഞ്ഞ കുളം നവീകരിച്ചു എന്ന് പറഞ്ഞ് ഇത്ര കോടി രൂപ വകമാറ്റിയ ഒരു സംഭവം. അതെ, 2 കോടി രൂപ വകമാറ്റിയ കാര്യവും ജനങ്ങൾ മറന്നിട്ടില്ല. അല്ല, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, വെള്ളം, കറണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ BJP-ക്കാരെ സംബന്ധിച്ച് അവർ അടുത്ത പോസ്റ്റിൽ ലൈറ്റ് ഇടാൻ BJP-ക്കാർ വരണം, അവർ കൂടെ വരും. അപ്പൊ മറ്റേത് ആരെങ്കിലും വന്ന് വെച്ചിട്ട് പോകും. പക്ഷെ ഇതങ്ങനല്ല, BJP-ക്കാർ കൂടെ വന്ന് ലൈറ്റ്മാനെ കൊണ്ട് ബൾബ് ഇടിപ്പിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെല്ലാം പറയും, ചേച്ചി തന്നെ ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടേ, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെയാണ് BJP കുറെ കൂടെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നതും അവിടെ അവരുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിലേക്ക് തള്ളിവെച്ചതും. അപ്പോൾ അങ്ങനെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ അട്ടിമറിയാണ് BJP-യെ സംബന്ധിച്ച്. അധികാരം പോയി കഴിഞ്ഞാൽ അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നടക്കാതെ വരും. അവരുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ രാഹുലെ, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് 2 MLA-മാരുണ്ട് BJP-ക്ക്. ഒന്ന് കാട്ടാക്കട V. മുരളീധരൻ, നേമം രാജീവ് ചന്ദ്രശേഖരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഈ സുഗതന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ BJP കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പോലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വാക്ക് പോലും നേമത്തെ MLA അല്ലെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൗനം പാലിക്കുന്നത്? ഒരു പക്ഷേ ഇതിന് ഇനിയൊരു പ്ലാൻ B ഉണ്ടായിരിക്കുമോ ഈ BJP-യുടെ ഭാഗത്ത്? അല്ല, ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് BJP-ക്ക് ഉള്ളിലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുണ്ട്. ഇപ്പോൾ VV രാജേഷിനെ മേയറാക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. VV രാജേഷ് മാത്രമല്ല, ഇപ്പുറത്ത് ശ്രീലേഖ IPS ഉണ്ട്. അത് സ്വയം മേയർ പ്രഖ്യാപിത വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് അവര് IPS കഴിഞ്ഞത്, റിട്ടയർമെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം BJP-യെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് അവിടെ ഉള്ള സംഘർഷങ്ങൾ, അതേപോലെ തന്നെ CPM-ലും സംഘർഷങ്ങളായിരുന്നു. CPM എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വിട്ടുകളയേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരേ സമയം തന്നെ 2-3 ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ സംഘടനക്കുള്ളിൽ വലിയ വിഷയങ്ങളായിരുന്നു. 3 ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നു. 3 പേരായിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് ഈ CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് V. ശിവൻകുട്ടിയെ മിക്കവരും നിർദ്ദേശിച്ചെങ്കിലും അവിടെ അവസാന ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആയി V. ജോയിയെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവിടെ പ്ലേസ് ചെയ്യാൻ. അവിടെ പക്ഷത്ത് ഈ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു നോമിനേഷനിൽ നിന്ന് തന്നെ V. ശിവൻകുട്ടി അപ്രസക്തനായിപ്പോയി. അല്ല, അവിടെ V. ശിവൻകുട്ടി, VS ജോയി, A. റഹീം, ഇങ്ങനെ 3 പേരായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇവർ 3 പേരും വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടത്. അതിന്റെ ഏറ്റവും വലിയ പോരായ്മകൾ ഉണ്ടായിരുന്നു. പിന്നെ 10 വർഷം അധികാരം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ധാർഷ്ട്യം, ഈ ധാർഷ്ട്യം ഒരു വലിയ കാരണമാണ്. കാരണം അധികാരമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ഞങ്ങളുടെ അടിമകളാണ്, ഇനി ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന് പറയുന്ന ഈ ധാർഷ്ട്യത്തിൽ കൂടെ പോയതുകൊണ്ടാണ് CPM-ന് വലിയ അടിപറ്റിയത്. CPM എന്താണെങ്കിലും അത് തിരുത്തി ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അടിത്തട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രത്തോളം ഇനി അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യമാണ്. കാരണം CPM ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കൂ. അവിടെ ഒരു വട്ടം CPM പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് CPM-ന് തിരിച്ച് കയറി വരാൻ. പഴയ കൂട്ടുള്ള വീര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ത്രിപുരയിലാണെങ്കിലും മറ്റ് ബംഗാളിലാണെങ്കിലും ഒക്കെ CPM-ന് എന്താണ് സംഭവിച്ചത്? പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത ദൂരമേ ഉള്ളൂ. കാരണം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് തൊഴിലാളി വർഗ പാർട്ടിയാണ്. തൊഴിലാളികൾ ഉണ്ടാകണം, തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാകണം. തൊഴിലാളി പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് വരാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സുഗതനില്ലാത്ത ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മളെല്ലാം ഇനി സ്വപ്നം കാണേണ്ടി വരും.